എൻ്റെ പേര് ദീപ എസ് പണിക്കർ എന്നാണ്. ഞാൻ സഹദേവ മന്ദിരത്തിലാണ്. എൻ്റെ സ്വന്തം വീടാണ് സഹദേവ മന്ദിരം. പിന്നെ ഓലകെട്ടിയമ്പലമാണിത്. ഇത് ഭരണിക്കാവ് വില്ലേജ്, ആലപ്പുഴ ജില്ലയാണ്. ഇതെൻ്റെ വാർഡ് നമ്പർ എന്ന് പറയുന്നത് 1-ാം വാർഡ്. എൻ്റെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 89. ഇതെൻ്റെ അമ്മയുടെ കാലശേഷമേ എനിക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് പിന്നെ എൻ്റെ ആർക്കും എഴുതി വെക്കേണ്ട കാര്യങ്ങളില്ല. എനിക്ക് ഉണ്ടൊരു മകൾ, അവൾക്ക് സക്സഷനിൽ കൂടെ കിട്ടുകയും ഒക്കെ ചെയ്യും. പിന്നെ എനിക്ക് പിന്നെ പാർട്ട്ണറുണ്ട്. പാർട്ട്ണർ ഈസ് ഇൻ ദില്ലി. ആക്ച്വലി എൻ്റെ പാർട്ട്ണർ ദില്ലിയിലാണ്, രാജസ്ഥാനിയാണ്. വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണറിൻ്റെ പേര് മുകേഷ് കുമാർ, മുക്കും ഗുജർ എന്നാണ്. അല്ലാത്ത പേര് ഗുജർ ജാതിയാണ്. ഓക്കെ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പുക ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കുറേ ഇൻഷുറൻസൊക്കെ ഇങ്ങനെ ലൂട്ട് ചെയ്ത് ഇതാക്കുന്ന ആൾക്കാരാണ് ഇവന്മാർ. അപ്പം ഇപ്പം നമ്മളുടെ ലങ്സിനകത്ത് രോഗങ്ങളൊക്കെ വരുത്താൻ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് രോഗങ്ങൾ വരുത്താൻ ഇപ്പം ഇന്നലെ മുതൽ തുടങ്ങിയ വേലകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോയിസണസ് ഗ്യാസ് നമ്മുടെ വീട്ടിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഈ പുകയുടെ സ്മെല്ലിൻ്റെ കൂടെ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള പോയിസണസ് ഗ്യാസാണ് ഇവന്മാർ അടിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട്. എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന AQI ഭയങ്കര കൂടുതലാണ് പോലും കേരളത്തിൽ. AQI എന്ന് പറഞ്ഞാൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അങ്ങനെ ഒരു മെഷർമെൻ്റ് ഒക്കെ നമ്മുടെ ഗവൺമെൻറ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആളുകളെ പറ്റിച്ച് ആളുകളെ ഹോസ്പിറ്റലൊക്കെ ആക്കി പല രീതിയിൽ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടുള്ള കാര്യമാണോ ഇതൊക്കെയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ AQI എന്ന് പറയുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഈ നമ്മുടെ എന്തിൻ്റെയാണ്, നമ്മുടെ ഇതിൻ്റെ ക്വാളിറ്റി, നമ്മുടെ വായുവിൻ്റെ ക്വാളിറ്റി ഇതാക്കുന്ന ഒരു സൂചികയാണത്. എന്തായാലും നമ്മുടെ കേരളത്തിലെ 197 എന്നാണ് ഇന്നലെ കാണിച്ചത്. കൃഷ്ണപുരം എന്ന് പറഞ്ഞു. ഞാനതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃഷ്ണപുരം. പക്ഷേ ആലപ്പുഴ എന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് സെപ്പറേറ്റ് AQI ഓഫ് ആലപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ 77 കാണിക്കുന്നത്. അപ്പം നമ്മുടെ AQI ഒരിക്കലും, കേരളത്തിലെ AQI ഒരിക്കലും എബവ് 100 ആയിട്ടുള്ള ഇതില്ല. ഇപ്പം അത് തന്നെയല്ല, കേരളത്തിൽ പ്ലാസ്റ്റിക് കത്തിക്കാൻ പറ്റത്തില്ല. ഒത്തിരി നിയമങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലോട്ട് എപ്പോഴും പുകയടിക്കുകയാണ്. നമ്മളെ എങ്ങനെയെങ്കിലും വക വരുത്തണം. കുറേ ക്രിമിനൽസ് ഉണ്ട് ഇവിടെ. അവർ നമ്മളുടെ കുറിച്ച് കള്ളക്കഥകൾ പറയും. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും പോയാൽ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ നല്ല ഒന്നാന്തരമായിട്ട് തെളിവുകളുണ്ട് നമ്മളിവിടെ പോകുന്നതെന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം നമ്മളെക്കുറിച്ച് കള്ളങ്ങൾ പറയുക, നമ്മുടെ വീട്ടിനകത്തിരുന്നാലും കുറേ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലി. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:57 ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് SNDP ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2ാമത്തെ വീടാണ് എൻ്റെ അത്. ഓക്കെ. അവിടെ ഒരു ടവറുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറുതായിട്ടൊരു ഗോപുരം പോലെ. അപ്പോൾ ഇതാണ്. അപ്പോൾ AQI വെച്ച